നമസ്കാരം. ഞാൻ ഉമ്മർ അർക്കൽ. കഴിഞ്ഞ 50 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇന്ത്യൻ രാഷ്ട്രീയത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി 2024 തെരഞ്ഞെടുപ്പിനെ ഞാൻ വിശകലനം ചെയ്യുകയാണ്. 2024 തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നതിന് മുൻപ് നമ്മൾ 2014 2019 തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തിരിഞ്ഞോട്ടം നടത്തേണ്ടതാണ്. 2014 UPA ഗവൺമെൻറ്റാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. 10 വർഷത്തെ ഭരണത്തിൻ്റെ ഫലമായിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ ഗവൺമെൻറ് എന്ന നിലയിലും സ്വജനപക്ഷപാതത്തിലും ആ ഗവൺമെൻറ് മുന്നിട്ടിരുന്നിരുന്നു. ഈ അവസരത്തിലാണ് BJP നരേന്ദ്രമോദിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. 15 കൊല്ലത്തെ ഗുജറാത്തിലെ ഭരണം, നരേന്ദ്രമോദിയുടെ ക്ലീൻ ഇമേജ്, അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി, ഹിന്ദുത്വ അജണ്ട ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. 2019 തെരഞ്ഞെടുപ്പിൽ മോദി വർദ്ധിത വീര്യത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നത്. തനിക്ക് അധികാരം നൽകുകയാണെങ്കിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയും, പൗരത്വ നിയമം കൊണ്ടുവരും, രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കും, അതോടൊപ്പം തന്നെ ഹിന്ദു ദേശീയത അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഈ അവസരത്തിലാണ് പുൽവാമ ബാലക്കോട്ട് ആക്രമണം ഉണ്ടായത്. ഇത് ദേശീയ ബോധത്തെ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചു. ജനങ്ങൾ കൂട്ടത്തോടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അതേസമയത്ത് മറുഭാഗത്ത് യാതൊരു പ്രതീക്ഷയില്ലാതെ ചിതറിയ പ്രതിപക്ഷത്തെയാണ് കാണാൻ സാധിച്ചത്. അത് പരമാവധി മുതലെടുത്തുകൊണ്ട് 303 സീറ്റുകൾ BJP നേടുകയും ശക്തമായ ഒരു ഗവൺമെന്റ് ഇവിടെ നിലവിൽ വരികയും ചെയ്തു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നു. 2024 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ലക്ഷ്യം 400-ൽ കൂടുതൽ സീറ്റ് നേടുകയാണെന്ന് NDA പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുകയും ചെയ്തു. വികസിത ഭാരതം, സബ്കാ സാത്ത് സബ്കാ വികാസ്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ ഉയർത്തുക, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ രാമക്ഷേത്ര നിർമ്മാണം, കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ, പൗരത്വ നിയമം ഇതൊക്കെ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി രംഗത്ത് വന്നത്. 400 സീറ്റാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി തന്നെ പ്രതിപക്ഷത്ത് ഇനി തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ഈ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളിൽ മാറ്റം വരികയും പകരം പ്രാദേശിക തലത്തിലേക്കും ജാതീയ തലത്തിലേക്കും വർഗീയ പ്രചരണം കൊഴുക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് മുന്നേറിയപ്പോൾ അതിനിടയിൽ തന്നെ ഷിബു സോറൻ, അരവിന്ദ് കെജ്രിവാൾ മുതലായ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് തോന്നലുണ്ടായപ്പോൾ നേരത്തെ തന്നെ രൂക്ഷമായ വ്യത്യാസം ഉണ്ടായിരുന്ന പ്രതിപക്ഷ നിര ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് BJP ക്യാമ്പിൽ അല്ലെങ്കിൽ NDA ക്യാമ്പിൽ അങ്കലാപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ അങ്കലാപ്പ് എത്രത്തോളം പൂർണ്ണമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം എത്രത്തോളം ശക്തി അറിയിച്ചിട്ടുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലേക്കായിട്ട് എത്തി നോക്കേണ്ടതാണ്. ആദ്യമായിട്ട് നമുക്ക് വലിയ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതികൾ പരിശോധിക്കാം. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് എന്നും തീരുമാനിച്ചിരുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ 50 സീറ്റുകളാണുള്ളത്. അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് BJPയും RLDയും പ്രാദേശിക കക്ഷികളും ചേർന്ന NDA മുന്നണി, മറുഭാഗത്ത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന ഇന്ത്യ മുന്നണി, മായാവതിയുടെ BSP മൂന്നാമതായിട്ട് മത്സരിക്കുന്നു. രാമക്ഷേത്രം വലിയൊരു അജണ്ട എടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചത്. സ്വാഭാവികമായിട്ടും അതില് ഉത്തർപ്രദേശ് രാമക്ഷേത്രത്തിന്റെ അലയലികൾ ഉത്തർപ്രദേശിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. മതത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന സംസ്ഥാനമാണ് UP. രാമക്ഷേത്രം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ വികാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വികാരം മുതലെടുത്തുകൊണ്ടാണ് NDA സഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ
ആദിത്യനാഥിന്റെ ഭരണത്തിലും ജനങ്ങൾ സംതൃപ്തരായിരുന്നു. എന്നാൽ രജപുത്രരും ഠാക്കൂർ വിഭാഗങ്ങളും കർഷകരും അതൃപ്തരായിരുന്നു. ഈ അതൃപ്തി പരമാവധി മുതലെടുത്തുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി മുന്നോട്ട് വന്നത്. പടിഞ്ഞാറൻ യു പിയിൽ അവർക്ക് ആധിപത്യം പുലർത്താൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ കിഴക്കൻ യു പിയിൽ മായാവതിക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് ആരെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ ഒരു നിരീക്ഷണം അനുസരിച്ച് 2024 തെരഞ്ഞെടുപ്പിൽ NDAക്ക് 67 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 12 സീറ്റും BSPക്ക് 1 സീറ്റുമാണ് പ്രതീക്ഷിക്കുന്നത്. നാൽപ്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയാണ് അടുത്ത രണ്ടാമത്തെ സംസ്ഥാനം. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം, കോൺഗ്രസ് ചേർന്ന മഹാവികാസ് അഘാഡി ഒരു ഭാഗത്തും, BJP, NCP, അജിത് പവാർ വിഭാഗം, ശിവസേന, ഉദ്ധവ് ഷിൻഡെ വിഭാഗം ചേർന്ന മഹായുതി സഖ്യം മറുഭാഗത്തുമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ശിവസേനയും BJPയും ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ഭൂരിഭാഗം സീറ്റുകൾ അവർ നേടിയെടുക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പില് മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. ഉള്ളിയുടെ വിലയിടിവ് കർഷകരിൽ രോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒരു പൊതുയോഗത്തിൽ തന്നെ കർഷക പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. മഹായുതി സഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു NDA സഖ്യമാണ്. ഓരോരുത്തരെ വിഴുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിൻഡെയാണ് മുഖ്യമന്ത്രി എങ്കിൽ കൂടി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായ ഫഡ്നാവിസ് ആണ്. എന്നാൽ മഹാവികാസ് അഘാഡി സഖ്യം കെട്ടുറപ്പോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഷിൻഡെയും അജിത് പവാറിനെയും ഉദ്ധവ് താക്കറെയും വഞ്ചിച്ചു എന്നുള്ളൊരു തോന്നലും അണികൾക്കിടയിലുണ്ട്. അതൊരു സഹതാപ തരംഗം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തപ്പെടുമ്പോൾ മഹാരാഷ്ട്രയില് NDA 20 സീറ്റും ഇന്ത്യ മുന്നണി 28 സീറ്റും നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗാളിൽ 42 സീറ്റാണുള്ളത്. ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. CPM കോൺഗ്രസ് ഇന്ത്യ സഖ്യമായും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കും BJP ഒറ്റയ്ക്കുമാണ് മത്സരിക്കുന്നത്. മമതാ ബാനർജിയുടെ പോരാട്ട വീര്യമാണ് നമുക്ക് ബംഗാളിൽ കാണാൻ സാധിക്കുക. പൗരത്വ ഭേദഗതി ബിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. BJP തന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അത്. നമ്മുടെ നിരീക്ഷണം അനുസരിച്ച് BJP 19 സീറ്റും CPM കോൺഗ്രസ് മുന്നണി 6 സീറ്റും തൃണമൂൽ കോൺഗ്രസ് 17 സീറ്റും നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സീറ്റുള്ള ബീഹാറിൽ നേരിട്ടുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും നേരിട്ട് മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള RJD, കോൺഗ്രസ്, CPM, CPI, CPML എന്നീ പാർട്ടികളാണുള്ളത്. മറുഭാഗത്ത് BJP, കോൺഗ്രസ്, LJP മുതലായ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ഉണ്ടാകുന്നു. ജാതീയത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലെ തുടർച്ചയായിട്ടുള്ള നിതീഷ് കുമാറിന്റെ ഭരണം അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ പല പ്രാവശ്യവും പല ഭാഗത്തേക്ക് മാറിക്കൊണ്ടിരുന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസ്യത നഷ്ടപ്പെടുകയും ജനങ്ങൾ അദ്ദേഹത്തെ നിരാകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നിതീഷ് കുമാറിനെ BJP സ്വീകരിച്ചപ്പോൾ BJPക്കുള്ളിലും അതിൽ അമർഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടും എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ഇവിടെ NDA 16ഉം ഇന്ത്യ മുന്നണി 24 സീറ്റും നേടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുപ്പത്തൊമ്പത് സീറ്റുള്ള തമിഴ്നാട്ടിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് എത്തി നോക്കുന്നത്. ത്രികോണ മത്സരമാണ് അവിടെ നടന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ BJPക്ക് യാതൊരു പ്രാധാന്യവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടി അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനം ഒരു സീറ്റെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ
പ്രതീക്ഷയാണ് BJPക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. DMK മുന്നണി, AIDMK മുന്നണി, BJP ഇതാണ് അവിടെ മത്സരിക്കുന്ന 3 മുന്നണികൾ. ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യ മുന്നണിയുടെ 35 സീറ്റും AIDMK 2 സീറ്റും BJP 2 സീറ്റും നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും BJPയും പവൻ കല്യാണിന്റെ പാർട്ടിയും ചേർന്ന NDAയും YSRന്റെ പാർട്ടിയും കോൺഗ്രസും ചേർന്ന ത്രികോണ മത്സരമാണ് 25 സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത്. YSRന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ആന്ധ്ര. എങ്കിൽ കൂടി TDPയും BJPയും കൂടി ചേരുമ്പോൾ ശക്തമായ മത്സരം അവിടെ നടക്കുന്നു. ഈ മത്സരത്തിൽ NDAക്ക് 11 സീറ്റും YSRന് 13 സീറ്റും കോൺഗ്രസ് 1 സീറ്റുമാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന കർണാടകത്തിൽ 28 സീറ്റാണുള്ളത്. DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടുമെന്നാണ് വിശ്വസിക്കുന്നത്. മറുഭാഗത്ത് ദേവഗൌഡയുടെ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ടും അതിൽ BJP അണികൾക്കുള്ള അമർഷവും അവരുടെ സീറ്റ് കുറക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഇന്ത്യ മുന്നണി 20 സീറ്റും NDA 28 സീറ്റും നേടാനുള്ള സാധ്യതയാണുള്ളത്. ഇരുപത്തി സീറ്റുള്ള ഗുജറാത്തിൽ BJP ഒരു ഭാഗത്തും AAPയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി മറുഭാഗത്തുമായിട്ടാണ് മത്സരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള BJP ഭരണം ജനങ്ങളിൽ ഒരു മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടി അവിടെ BJPക്ക് 23 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 3 സീറ്റും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീറ്റുള്ള കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. മൂന്നാമത്തെ കക്ഷിയായിട്ട് BJPയും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി നേടും. ദേശീയ വിഷയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒറീസയിൽ 21 സീറ്റാണുള്ളത്. BJDയും കോൺഗ്രസും BJPയും ഉള്ള ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. ബിജു ജനതാദള് അതായത് നവീൻ പട്നായിക്ക് തൻ്റെ അനന്തരാവകാശിയായിട്ട് തമിഴ്നാട്ടുകാരനായ പാണ്ഡ്യനെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ BJDക്കുള്ളിൽ ഒരു അമർഷമുണ്ട്. അതൊരു വിഷയമായിട്ട് BJP ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. എങ്കിലും BJDക്ക് 13 സീറ്റും BJPക്ക് 6 സീറ്റും കോൺഗ്രസിന് 6 സീറ്റും കിട്ടുമെന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഹിന്ദുത്വ ഭൂമിയുടെ അടിത്തറയായ മധ്യപ്രദേശിൽ 29 സീറ്റുകളാണുള്ളത്. BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനം. 15 കൊല്ലം ശിവരാജ് സിംഗ് ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. കഴിഞ്ഞ ഇലക്ഷനിലും ശിവരാജ് സിംഗിനെ മുൻനിർത്തിയാണ് BJP ഇലക്ഷനെ നേരിട്ടത്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പദം മോഹൻ യാദവിന് കൈമാറി. അത് BJPക്കുള്ളിൽ ഒരു അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് ദിഗ്വിജയ് സിംഗും കമൽനാഥും ചേർന്ന കൂട്ടുകെട്ടാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഇവിടെ BJPക്ക് 25 സീറ്റും ഇന്ത്യക്ക് 4 സീറ്റും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 14 സീറ്റുള്ള ആസാം ഒരു കാലത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഗണസംഗ്രാം പരിഷത്ത് അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ്. പിന്നീട് അഴിമതിയിലൂടെയും മറ്റും ആ പാർട്ടി ഇല്ലാതാവുകയും ആ സ്ഥാനത്തേക്ക് ദേശീയ പാർട്ടികൾ ഉയർന്നു വരികയും ചെയ്തു. ഇന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ശക്തികൾ BJPയും കോൺഗ്രസുമാണ്. ഇവർ തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നത്. പൗരത്വ നിയമം വളരെയധികം ചർച്ചയായ ഒരു സംസ്ഥാനമാണ് ആസാം. അതുകൊണ്ട് തന്നെ ആസാമിൽ BJPക്ക് 10 സീറ്റും കോൺഗ്രസിന് 4 സീറ്റും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഛത്തീസ്ഗഡിൽ 11 സീറ്റാണുള്ളത്. കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന ഭൂപേഷ് ബാഗൽ ഒരു ജനപ്രിയ നേതാവാണ്. മറുഭാഗത്ത് മുഖ്യമന്ത്രിയായ വിഷ്ണു ദിയോയ്
അത്രയും ജനപ്രിയനല്ലാത്ത വളരെ ജൂനിയറായ ഒരു നേതാവാണ്. ഭൂപേഷ് ബാഗലിന്റെ ജനപ്രീതി കൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ 4 സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി വരുന്ന 7 സീറ്റ് ബി ജെ പിക്കും കിട്ടാവുന്നതാണ്. ഇന്ത്യ മുന്നണിക്ക് 8 സീറ്റും ബി ജെ പിക്ക് 6 സീറ്റും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണിയും ബി ജെ പിയുടെ എൻ ഡി എയുമാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ആദിവാസികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഷിബു സോറനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഇലക്ഷനെ വളരെയധികം സ്വാധീനം ചെലുത്തിയേക്കാം. മിഡിൽ ക്ലാസും സർക്കാർ ജീവനക്കാരും കൂടുതലുള്ള ഡൽഹി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹം ജനപ്രിയനാണ്. ജനപ്രിയപരമായ പല പരിപാടികളും അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഡൽഹിയെ മാത്രമല്ല ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിനെയും ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള ഹരിയാനയെയും സ്വാധീനിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വാക്യം, മേരെ ദേശ് കോ ബൻഷായി സെ ബജാവോ, എന്റെ രാജ്യത്തെ ഏകാധിപതിയിൽ നിന്ന് രക്ഷിക്കൂ, ഇതായിരുന്നു അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആ മുദ്രാവാക്യം അലയൊലികൾ ഉയർത്തി. കഴിഞ്ഞ വർഷം 7 സീറ്റും ബി ജെ പി നേടി 66% സീറ്റും ഡൽഹിയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്രാവശ്യം കോൺഗ്രസും എ എ പിയും ഒരു ഭാഗത്തും ബി ജെ പി മറുഭാഗത്തുമായിട്ടാണ് മത്സരിക്കുന്നത്. ഈ അറസ്റ്റിലുണ്ടായ പ്രതികരണങ്ങൾ വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 1 സീറ്റ് ബി ജെ പിക്കുമാണ് നമ്മൾ നൽകുന്നത്. 3 സ്വതന്ത്രന്മാരും ദുഷ്യന്ത് ചൗതാലയും പിന്തുണ പിൻവലിച്ചപ്പോൾ തുലാസിലാടുന്ന ബി ജെ പി മന്ത്രിസഭയുള്ള ഹരിയാനയിൽ 10 സീറ്റാണ് ഉള്ളത്. കർഷകർക്ക് വളരെയധികം സ്വാധീനമുള്ള 38% ജാട്ടുകളുള്ള ഹരിയാന കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണി 4 സീറ്റും ഇന്ത്യ മുന്നണി 6 സീറ്റും നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബി ജെ പിക്ക് വലിയ ശക്തിയൊന്നുമില്ലാത്ത പഞ്ചാബില് ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. ഇവിടെ 13 സീറ്റുകളാണുള്ളത്. എ എ പി, കോൺഗ്രസ്, ബി ജെ പി, അകാലിദൾ ഇവർ തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്. കർഷകർക്കും വളരെയധികം പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ കർഷക പ്രക്ഷോഭത്തിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് പഞ്ചാബ്. ഇവിടെ എ എ പി 6 സീറ്റും കോൺഗ്രസ് 4 സീറ്റും ബി ജെ പി 1 സീറ്റും അകാലിദൾ 2 സീറ്റും നേടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന് ഏറ്റവും അധികം ശക്തിയുള്ള അടിത്തറയുള്ള സംസ്ഥാനമായ രാജസ്ഥാനിൽ 25 സീറ്റാണ് ഉള്ളത്. ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേരിട്ടാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ജനപ്രിയ നേതാക്കന്മാരുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് രാജസ്ഥാൻ. ഇവിടെ എൻ ഡി എ 14 സീറ്റും ഇന്ത്യ മുന്നണി 11 സീറ്റും നേടുമെന്ന് നമ്മൾ കരുതുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന തെലങ്കാനയിൽ 17 സീറ്റാണുള്ളത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ശക്തമായ നേതൃത്വമാണ് കോൺഗ്രസിന് നൽകുന്നത്. അവിടെ ത്രികോണ മത്സരമാണ് ഉള്ളത്. BRS, BJP, കോൺഗ്രസ്. BRSന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. ആ സ്ഥാനത്തേക്ക് BJP ഉയർന്നു വരികയും ചെയ്യുന്നു. അവിടെ ഇന്ത്യ മുന്നണിക്ക് 10 സീറ്റും BRSന് 1 സീറ്റും എൻ ഡി എക്ക് 5 സീറ്റും ഉവൈസിയുടെ മജ്ലിസ് പാർട്ടിക്ക് 1 സീറ്റും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദുഷ്കോണ മത്സരം നടക്കുന്ന ജമ്മു കാശ്മീരിൽ 6 സീറ്റാണുള്ളത്. BJP, PDP, നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഇവിടെ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസിന് 2 സീറ്റും BJPക്ക് 1 സീറ്റും PDP 1 സീറ്റും നാഷണൽ കോൺഫറൻസ് 2 സീറ്റും നേടുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഉത്തരാഖണ്ഡിൽ 5 സീറ്റാണുള്ളത്. ഇതിൽ 1 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റും BJPക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ത്രിപുര, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, ഹിമാചൽ, ആൻഡമാൻ,
ചണ്ഡീഗർ, ദാദ്ര, ദാമൻ, നാഗാലാൻഡ്, പുതുച്ചേരി, മിസോറാം, ലക്ഷദ്വീപ്, സിക്കിം എന്നീ ചെറു സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 23 സീറ്റുകളാണുള്ളത്. ഇതിൽ ഇന്ത്യ മുന്നണിക്ക് 13 സീറ്റും NDAക്ക് 10 സീറ്റും കിട്ടുമെന്ന് നമ്മൾ കണക്കൂട്ടുന്നു. ഈ വിശകലനത്തിലൂടെ രണ്ട് മുന്നണികളും തമ്മിലുള്ള ഒപ്പത്തിനൊപ്പമുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുക. NDA മുന്നണിക്ക് 250 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 243 സീറ്റും മറ്റെല്ലാവർക്കും കൂടി 50 സീറ്റുമാണ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി BJPയുടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BJPയുടെ പർച്ചേസിംഗ് പവർ, അധികാരത്തിനോടുള്ള ത്വര, മറുഭാഗത്ത് അധികാരം കിട്ടാനുള്ള കക്ഷികൾ അവിടെ നിന്ന് അടർത്തിയെടുക്കാനുള്ള BJPയുടെ സാമ്പത്തിക ശേഷി, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മളറിയാത്ത ഒരടിയൊഴുക്ക് ഇലക്ഷനിൽ എപ്പോഴും കാണാൻ സാധിക്കും. എല്ലാ നിരീക്ഷകരും തരംഗങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് നിശബ്ദമായ ഒരു തരംഗം കാണാൻ സാധിക്കും. അതിനുള്ള കാരണങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ വ്യക്തിപ്രഭാവം, മോദിയുടെ വിഭജനതന്ത്രം, ഇതുമായിട്ടാണ് NDA രംഗത്ത് വന്നത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി എന്താണോ പറയുന്നത് അത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് NDA അല്ലെങ്കിൽ നരേന്ദ്രമോദിയും പാർട്ടിയും എത്തിച്ചേർന്നു. ഇത് ചെറിയ അടിയൊഴുക്കുകൾ ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓഹരി വിപണിയിലുണ്ടായ ചാഞ്ചാട്ടം, ഊഹക്കച്ചവടക്കാരുടെയും വാതുവെപ്പുകാരുടെയും പ്രവർത്തനങ്ങൾ, പത്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്ന മാറ്റങ്ങൾ, എക്സിറ്റ് പോളുകളെ അടിസ്ഥാനമാക്കി പല പത്രങ്ങളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഒത്തൊരുമിച്ചുള്ള SP-യുടെയും കോൺഗ്രസിൻ്റെയും മുന്നേറ്റം, ഇതൊക്കെ നമ്മളിൽ നേരിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നു. 1977 ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടായിരുന്നു. അത് അന്ന് ആർക്കും വിലയിരുത്താൻ സാധിച്ചില്ല. 1984 കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായ തരംഗം ഉണ്ടായിരുന്നു. 2019 മോദിക്ക് അനുകൂലമായ തരംഗവും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു തരംഗം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കുളിർക്കാറ്റ് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശുകയും 300 സീറ്റുകൾ നേടുവാനുള്ള സാധ്യത നമ്മൾ കണക്കൂട്ടുകയും ചെയ്യുന്നു. നന്ദി.